ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജിക്കൊപ്പം ഉണ്ട് കൊച്ചിയിൽ. വിനീത, എന്താണ് പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ പറയുന്നത്? തീർച്ചയായും ഗോപികൃഷ്ണൻ, ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ അവർ ഇപ്പോൾ നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. അമ്മ, ഇന്ന് രാവിലെ വന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് ഈ സ്ത്രീധനത്തിന്റെ പേരിലല്ല പെൺകുട്ടിയെ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ രാഹുലിന്റെ അമ്മയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രാഹുലിനെതിരെ മറ്റൊരു പരാതി കൂടി വന്നിട്ടുണ്ട്. രാഹുല് നേരത്തെ ഒരു വിവാഹം ചെയ്തിരുന്നു, ഈ കാര്യം പെൺകുട്ടിയോട് പറഞ്ഞിരുന്നുവെന്നും രാഹുലിന്റെ അമ്മ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അറിവുണ്ടായിരുന്നോ? ഇല്ല, ഈ പെൺകുട്ടി ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞു, അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യം. ആ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇവൻ ഈ വിവാഹത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഒരമ്മ എന്ന നിലയിൽ ഞാൻ എൻ്റെ മകനെ പോലെ നിന്നെ കാണുന്നു എന്ന് വെച്ചാൽ ഞാൻ പറയുകയും ചെയ്തു, എൻ്റെ മോളെ ഈ കുഴൽക്കിണറിലോട്ട് ഇങ്ങ് ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തുനിന്ന് കയറ്റാൻ പറ്റൂല, അതുകൊണ്ട് നീ സത്യസന്ധമായിട്ട് ഒരു അമ്മനോട് സ്നേഹം ഉണ്ടെങ്കിൽ മറുപടി പറയണം. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണ്, അമ്മ സത്യമാണ് പറഞ്ഞത്, ഞാൻ എൻഗേജ്മെന്റ് കഴിച്ചു, അത് സത്യമാണ്. പിന്നെ എന്ന് വെച്ചാൽ അത് അവൻ ഈ അക്ഷയ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പേര്, ആ കുട്ടിയുടെ ആങ്ങളെ തമ്മിലുള്ള ഒരു ഫോട്ടോഗ്രാഫിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ഒഴിഞ്ഞിപ്പോയത്. അപ്പോൾ അതുകൊണ്ടിട്ട് അവർക്ക് അതൊട്ടും താല്പര്യമില്ല, ഞങ്ങളും അത് വേണ്ടെന്ന് വെച്ചു. ഇത് ഞങ്ങൾക്കറിയാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം അവൻ നുണ പറയുന്നതാണ്. ഇപ്പം അവനും അവൻ്റെ അമ്മയും, ഞാൻ നേരത്തെ വന്ന ചാനലുകാരോട് പറഞ്ഞു, രാഹുലിനേക്കാൾ ക്രൂരമായ ഒരു സ്ത്രീയാണ് അവർ. രാഹുൽ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 110% പങ്ക് അവർക്കാണ്. ആ പങ്കുള്ള സ്ത്രീയോടാണ് ചോദിക്കാൻ ചെന്നേക്കുന്നത്, അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം രാഹുൽ ഒളിവിലാണെന്ന് പറഞ്ഞല്ല, ഈ മീഡിയ വഴി ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നത്. ആ ഇതിൽ നിന്ന് രാഹുൽ എങ്ങനെ മുങ്ങി? അത് പോലീസുകാരുടെ ഒത്താശല്ലേ? തീർച്ചയായിട്ടും അത് പോലീസുകാർ തന്നെയാണ് ഇവിടെ ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുന്നത്. പിന്നെ ഈ അമ്മ ഇപ്പം പറഞ്ഞിട്ടുണ്ട് മനോരമ ന്യൂസിനോട്, ഞാൻ അറിഞ്ഞത് അവൻ സ്റ്റെയർ കയറിയപ്പോൾ ഓടിയതാണെന്ന്. അവൻ എന്നോട് കുറ്റം സമ്മതിച്ച്, പിന്നെ ആവർത്തിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നോട് കുറ്റം സമ്മതിച്ചു. അവൻ പിന്നെ ഈ CI രാജേഷ അവരോട് കുറ്റം സമ്മതിച്ചു. ഈ CIയുടെ മുമ്പിൽ വെച്ച് ഞാൻ ചോദിച്ചു, ഇത് കണ്ടതല്ലേ? അപ്പോൾ ആ സാറും പറഞ്ഞു അവൻ കുറ്റം സമ്മതിച്ചെന്നു. പിന്നെ ആദ്യം സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അവരുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. പച്ച നോണ. ഇനിയിപ്പോൾ ഇപ്പം ഈ പറയണം മുഴുവൻ പച്ച നോണയല്ലേ. കാര്യം അവർ ഞങ്ങളോട് സ്ത്രീധനം ചോദിച്ചിട്ടില്ല. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുക്കുക, ഞങ്ങളത് സ്വീകരിക്കുമെന്ന്. പക്ഷേ കൊടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കത് പോരാ. ചെന്നപ്പോൾ തുടങ്ങി അമ്മയും പെങ്ങളും അടുക്കളയിൽ മിണ്ടില്ല, ഇതുപോലെ ശ്രീധനത്തിൻ്റെ എൻ്റെ മോനി അത് കിട്ടും ഇത് കിട്ടും ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവം നടക്കുമ്പോഴാണ് ഇവര് 2-3 മണിക്കൂർ മോനെ വിളിച്ച് കയറ്റി. ശരി, അപ്പോൾ അമ്മയുടെ പ്രധാനപ്പെട്ട ആരോപണം, ഇനി ഞാൻ തിരിച്ചു വരാം. അമ്മയുടെ പ്രധാനപ്പെട്ട ആരോപണം, ഈ രാഹുൽ എങ്ങനെ രാഹുലിനെ പിടികൂടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല, അത് പോലീസുകാരുടെ ഒത്താശയോടുകൂടി രാഹുൽ എവിടെ ഒളിവിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.